ഇതിപ്പോ ഏട്ടന്റെ വീടല്ലേ? ഏട്ടന് വീടുണ്ട് അവിടെ, ഒരു മുറി, ഒരു കൊച്ചടുക്കള. അതന്നെ ധാരാളം. ഏട്ടനൊരു ചെറിയ കമ്പനിയിലെ തൊഴിലാളിയല്ലേ, അതെന്നെ കൊണ്ടോന്നറിയില്ല. ആരല്ല, എന്ത് പണിയെടുക്കാൻ അറിയാം, ജീവിക്കും. അപ്പോ ആധാരം നടത്തിച്ചോന്ന്? നടത്തിച്ചു. അമ്മയെ കൊണ്ട് നിങ്ങളുടെ 4 ആളുടെ പേർക്ക് എഴുതിച്ചു ഏട്ടൻ. ഇതിപ്പോ നിങ്ങളുടെ വീടാണ്. ഒരപേക്ഷയുണ്ട്, അമ്മയുടെ കാലം കഴിയുന്നവരെങ്കിലും ഇത് പൊളിച്ചു വെക്കരുത്. നമ്മള് 4 അല്ലല്ലോ, 5 ആളല്ലേ ഏട്ടാ? എന്ന് ആര് പറഞ്ഞു? ഇപ്പൊ കേട്ടില്ലേ, രവിയേട്ടൻ ഗോവിന്ദൻ എന്റെ മോനല്ല, സ്വത്ത് മോഹിച്ചു വന്നൊരു ഫ്രോഡാണ്. ശരിയാണ്, ചിലർക്ക് മോഹിച്ചു തന്നെയാ വന്നത്. പക്ഷേ സ്വത്തും പണമൊന്നുമല്ല. എന്റെ മക്കൾക്ക് വല്യച്ഛൻ, ഇളയച്ഛൻ, സുനന്ദമായി, ഗീതമായി എന്നൊക്കെ വിളിക്കാൻ, ഓണത്തിനോ വിഷുവിനോ ഒക്കെ ഒന്നും നാട് കണ്ടു പോവാൻ. ഇനിയിപ്പോ ഒരു കാലത്ത് ഞാനില്ലാണ്ടായാല് അവരെന്തെങ്കിലും തെറ്റ് കാണിച്ചാ ആ തെറ്റൊന്ന് ചൂണ്ടിക്കാണിക്കാൻ, ഒന്നും ഗുണദോഷിക്കാതെ. ഇളയച്ഛനും അമ്മായിമാരും സാരില്ല. ഞങ്ങളുണ്ടാവും ഏട്ടാ, എന്നുണ്ടാവും. ഏട്ട പോകരുത്.